ഇമോട്രാഡിന്റെ റേഞ്ചർ, യോക്കിയുടെ സ്ട്രീറ്റ് മാമ്പ, ഇവരിൽ ആരാണ് മികച്ചത്? ഏറ്റവും പെർഫോമൻസ് തരുന്ന വണ്ടി ഏതാണ്? നമുക്ക് കമ്പാരിസൺ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഇതിന്റെ ബോഡിയിലേക്ക് ആദ്യം നോക്കാം. ആദ്യമായിട്ട് നമുക്ക് യോക്കിയിലേക്ക് വരുന്നത് അലോയ് ഫ്രെയിമാണ്, എന്നാൽ റേഞ്ചറിൽ വരുന്നത് സ്റ്റീൽ ഫ്രെയിമാണ്. അപ്പോൾ കുറച്ചുകൂടെ ഹെവിയർ ആണ് നമുക്ക് റേഞ്ചർ വരുന്നത്. യോക്കി കുറച്ചുകൂടെ ലൈറ്റർ ആയിരിക്കും. വണ്ടികളിൽ യോക്കിയുടെ ഏറ്റവും വലിയ പോരായ്മ അല്ലെങ്കിൽ ഒരു കുറവായിട്ട് എനിക്ക് തോന്നിയത് ഇതിനകത്ത് ഇഗ്നീഷൻ കീ ഇല്ല. എന്നാൽ നമുക്ക് റേഞ്ചറിനകത്ത് ഇഗ്നീഷൻ കീ ഉണ്ട്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും വണ്ടി കൊണ്ടുവച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് ഇഗ്നീഷൻ ലോക്ക് ചെയ്തിട്ട് പോകാൻ പറ്റും. ബട്ട് യോക്കിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടേ ഇല്ല. ഇനി ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ അതിലും ഉണ്ട് ഡിഫറൻസ്. നമുക്ക് യോക്കിക്കകത്ത് കളർ ഡിസ്പ്ലേ വരുന്നുണ്ട്, എന്നാൽ ഈ മോട്ടറിനകത്ത് നമുക്കൊരു LCD നെഗറ്റീവ് ഡിസ്പ്ലേ ആണ് വരുന്നത്. രണ്ടിനും നമുക്ക് ഗിയർ ബോക്സ് വരുന്നുണ്ട്. 7 സ്പീഡ് തന്നെയാണ് ഗിയർ വരുന്നത്. ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 20 ഇഞ്ചസ് ടയറാണ് വരുന്നത്, 20x4. യോക്കിയുടെ സ്ട്രീറ്റ് മാമ്പയ്ക്കകത്ത് നമുക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് റോളിംഗ്, റോഡിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടയറാണ് വരുന്നതെങ്കിൽ നമുക്ക് റേഞ്ചറിനകത്ത് കുറച്ചുകൂടെ ഓഫ് റോഡും പോകാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു ടയറുമാണ്. സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ രണ്ടിനും 100 mm ട്രാവലുള്ള സസ്പെൻഷനാണ്. പക്ഷേ റേഞ്ചറിന് കുറച്ചുകൂടെ ഹൈറ്റ് കൂടിയ സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ പൊസിഷൻ കുറച്ച് നമുക്ക് ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. ഇലക്ട്രിക് സൈക്കിളിൻ്റെ മോട്ടോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറാണ് ആ വണ്ടിയുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഘടകം. അപ്പോൾ ഈ രണ്ട് വണ്ടിയിലും വരുന്നത് 48 വോൾട്ടിൻ്റെ, അതായത് 250 വാട്ട്സ് 48 വോൾട്ടിൻ്റെ മോട്ടറാണ്. അപ്പോൾ രണ്ടിനും ഏകദേശം ഒരേ പവർ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക് സൈക്കിളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് മൈലേജ് ആണ്. അപ്പോൾ നമുക്ക് റേഞ്ചറിനകത്ത് വരുന്നത് 12.75 AH ബാറ്ററിയും, എന്നാൽ യോക്കിയിലെ സ്ട്രീറ്റ് മാമ്പയിൽ വരുന്നത് 15.6 AH ബാറ്ററിയാണ്. സ്വാഭാവികമായിട്ടും റേഞ്ചർ നമുക്കൊരു 50 to 70 മൈലേജ് തരുമ്പോൾ യോക്കി നമുക്ക് 70 to 100 മൈലേജ് വരും. അപ്പോൾ മൈലേജിൽ ബെറ്റർ യോക്കി തന്നെയാണ്. കംഫർട്ടിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് യോക്കി തന്നെയാണ് ബെറ്റർ എന്ന് തോന്നും. കാരണം ഇതിനകത്തൊരു മോണോ സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്, ഹൈഡ്രോളിക്. അത് മാത്രമല്ല സിംഗിൾ സീറ്റാണ് വരുന്നത്. ഇവിടെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഷോർട്ടായിട്ടുള്ള ഒരു സീറ്റാണ്, അത്ര വൈഡല്ല. എന്നാൽ ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് കിട്ടും. അപ്പോൾ കംഫർട്ടിൻ്റെ കാര്യത്തിൽ യോക്കി തന്നെയാണ് ബെറ്റർ. ലെങ്ത്തും ഹൈറ്റും നോക്കുകയാണെങ്കിൽ യോക്കിയുടെ സ്ട്രീറ്റ് മാമ്പ് വരുന്നത് 80 സെൻറ്റിമീറ്ററാണ് നമുക്ക് ഇൻസീം ഹൈറ്റ് വരുന്നത്. എന്നാൽ റേഞ്ചർ കുറച്ചുകൂടെ ഹയർ ലെവലിലാണ്. ഇതിൻ്റെ ലാർജ് ഫ്രെയിമാണ്, ഇതിൻ്റെ മീഡിയം ലെവലും വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ലാർജ് ഫ്രെയിമിൽ നമുക്ക് 90 സെൻറ്റിമീറ്ററാണ് ഇൻസീം ഹൈറ്റ് വരുന്നത്. അപ്പോൾ കുറച്ച് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്കൊക്കെ യോക്കിയും, എന്നാൽ ഹൈറ്റ് കൂടിയ ആൾക്കാർക്ക് എപ്പോഴും റേഞ്ചറും ആയിരിക്കും കംഫർട്ടബിൾ ആയിട്ട് വരിക. ഇതിൻ്റെ വാറണ്ടി പാർട്ടിൽ ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. നമുക്ക് യോക്കിയുടെ സ്ട്രീറ്റ് മാമ്പയ്ക്ക് 2 വർഷത്തേക്ക് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ കോമ്പോണൻസ്, അതായത് മോട്ടർ, ബാറ്ററി, പിന്നെ ഇതിൻ്റെ ഇലക്ട്രോണിക് കോമ്പോണൻസിലെല്ലാം 2 വർഷത്തെ വാറണ്ടി വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 59,999 ആണ്. എന്നാൽ റേഞ്ചറിലേക്ക് വരുമ്പോൾ നമുക്ക് മോട്ടറിനും ബാറ്ററിക്കും 2 വർഷം വാറണ്ടി വരുന്നുണ്ട്. എന്നാൽ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ കോമ്പോണൻസിനെല്ലാം 6 മാസത്തെ വാറണ്ടിയാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 56,000 ആണ്. ഇതിൽ നിങ്ങളുടെ സജഷൻ ഏതാണ്? യോക്കിയുടെ സ്ട്രീറ്റ് മാമ്പയാണോ അതോ ഈ മോട്ടറാഡിൻ്റെ റേഞ്ചറാണോ? ഏതാണെന്ന് നിങ്ങളുടെ സജഷൻ ഏതാണെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ വണ്ടി സ്വന്തമാക്കാനായിട്ട് വിസിറ്റ് ചെയ്യൂ റാൻ ക്രോസ് റോഡ് സൈക്കിൾസ്, 4 ട്രിവാൻഡ്രം.